അരങ്ക അതിരട്ടുമേ വിസൽ പറക്കട്ടുമേ നാം. അനിരുദ്ധിന്റെ മ്യൂസിക്കിനാണ് മെയിൻലി ആ പവറും പഞ്ചൊക്കെ. ആ പടത്തിൽ വലിയ പഞ്ച് ഫീൽ ചെയ്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏതായാലും കൂലിയെ പറ്റി പറയാം. ആദ്യം പോസിറ്റീവ്സ് വെച്ച് ആരംഭിക്കില്ല. രജനിഫൈഡ് ആവണോ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഈ സിനിമയുണ്ട്. മാസ്, ആക്ഷൻ, സ്റ്റൈൽ, സ്വാഗ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു 30 വർഷം മുന്നേ കാണിക്കുന്ന ദേവയുടെ പാസ്റ്റ് ഉണ്ട്. അത് ഈ പാടത്തിൽ വേറെ 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 ലെവലായിരുന്നു. ഈ പടത്തിൽ മെയിൻ ആയിട്ട് പോസിറ്റീവ് ഫാക്ടർ ആ പാസ്റ്റിലെ കുറെ സീക്വൻസസ് ആണ്. എനിക്ക് പേഴ്സണലി ആ പ്രസന്റ് കാണുന്നേക്കാളും കൂടുതൽ ആഗ്രഹം വന്നത് ആ ഒരു പാസ്റ്റ് കൂടുതൽ അറിയാൻ വേണ്ടിയായിരുന്നു. അത് അമ്മാതിരി ലെവൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്റർവെൽ പഞ്ച് അത് ലോകേഷിന്റെ സിനിമകളിലെ തന്നെ ഒരു വലിയൊരു സിഗ്നേച്ചർ പോയിന്റ് ആണ്. അത് ഇവിടെയും തെറ്റിച്ചിട്ടില്ല. സെയിം പോലെ തന്നെ ഒരു കിടിലൻ സാധനം. ലിയോദാസിന്റെ ഫ്രെയിം കൊണ്ടുവരുന്ന പോലെ, വിക്രമില് കമലഹാസൻ മുഖംമൂടി അഴിക്കണ പോലെ, കൂലിയിലും ഉണ്ട് ഒരു കിടിലൻ ഭാഷ റെഫറൻസ്. അത് കലക്കനായിരുന്നു. പെർഫോമൻസസ് രജനികാന്തിന്റെ ഒപ്പം തന്നെ സൗബിൻ കാട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു ആ ഒരു കണ്ണിങ് വില്ലന്റെ വേഷം. അതേപോലെ തന്നെ നാഗാർജുന കിങ് പിൻ സൈമന്റെ റോള് ഭദ്രമായിരുന്നു. നാഗാർജുനയുടെ കയ്യിൽ ആ ഒരു സ്റ്റൈല്, സ്വാഗ്, ഡ്രസ്സിങ്, പെർഫോമൻസ്, മാസ് എല്ലാം കൊണ്ട് തകർത്തു. ഉള്ള സീൻസിൽ അഴിഞ്ഞാടിയിട്ടുണ്ട് ഏതായാലും. പിന്നെ ഞാൻ ശരിക്കും ഞെട്ടിയത് ശ്രുതിഹാസൻ അഭിനയിക്കുന്നത് കണ്ടപ്പോഴാട്ടോ. എനിക്ക് തോന്നുന്നത് 3 എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ഇതുവരെ ശ്രുതിഹാസൻ നന്നായിട്ട് അഭിനയിക്കുന്നത് കണ്ടിട്ടില്ല. ഏതായാലും ഇതില് വളരെ നന്നായിരുന്നു. വളരെ നാച്ചുറൽ ആയിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. ഇതിലൊരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയും ഇങ്ങനത്തെ വളരെ അടിപൊളി റോള് കിട്ടുന്നതിനെ പ്രതീക്ഷിക്കുന്നു. ഇതൊരു നല്ല സ്ക്രീൻ സ്പേസ് തന്നെ ഉണ്ടായി. പിന്നെ ഈ സിനിമ നമ്മള് ടിപ്പിക്കലി കാണുന്ന ഒരു മാസ് പടം അല്ല. ഇതിനകത്ത് വില്ലന്മാർക്ക് പെർഫോം ചെയ്യുന്ന നല്ല സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. ലിയോയില് കിങ് അർജുനെയും സഞ്ജയ് ദത്തിനെയും പൊട്ടന്മാരെയൊക്കെ പോലെ ഇതിനകത്ത് ഏതായാലും പൊട്ടന്മാരാക്കിയില്ല. ഇതിനകത്ത് വില്ലന്മാരെല്ലാം അഴിഞ്ഞാടിയിട്ടുണ്ട് ഏതായാലും. പിന്നെ കാലി വെങ്കട്ട് ഉണ്ട്. കാലി വെങ്കട്ട് ആ ഉള്ള ചെറിയ വേഷം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ പെർഫോമൻസസ്, സ്റ്റാർട്ടിങ്ങിലെ സീക്വൻസ്, ആ ഫ്ലാഷ് ബാക്കിൽ ദേവയുടെ പാസ്റ്റ്, ഇന്റർവെൽ സീക്വൻസ്, പ്രീ ഇന്റർവെൽ പോർഷൻ, പിന്നെ ക്ലൈമാക്സ്, ഇതൊക്കെയാണ് എനിക്ക് ശരിക്കും വർക്ക്ഔട്ട് ചെയ്തത്. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ലോകേഷ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് 2 വർഷം കഷ്ടപ്പെട്ടു എന്നാണ് ഈ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. അപ്പൊ വിക്രം, കൈദിയൊക്കെ, മാനകാരം, ഇതൊക്കെ എന്ത് കിടിലൻ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വീക്ക് വർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ലോകേഷിന്റെ ഇന്റർവ്യൂവിലെ കോൺഫിഡൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞായിരിക്കും ഈ പടം മെഗാ മെഗാ ബ്ലോക്ക് ബസ്റ്റർ തീപ്പൊരി സംഭവമാണ് വരാൻ കിടക്കണെന്ന. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതൊരു ടിപ്പിക്കൽ യൂഷ്വൽ ലോകേഷ് പടം തന്നെ പറയാനുള്ളൂ. പിന്നെ ഇത് എനിക്ക് പേഴ്സണലി തോന്നിയത് കൂലി ഒരു ലോകേഷിന്റെ വീക്ക് സിനിമയും കൂടെ ആയിട്ടാണ്. പടം തുടങ്ങണത് കൊള്ളാം, പക്ഷെ പിന്നീട് ആ ഒരു പഞ്ചില്ലായ്മ, ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലായ്മ കുറെ ഇടത്തൊക്കെ ഫീൽ ചെയ്യും. പിന്നെ വീണ്ടും ബാക്ക് ഓൺ ട്രാക്ക് ആവണത് ആ പടത്തിൽ ഇന്റർവെൽ സീക്വൻസിലാണ്. നമുക്ക് ഉഷാറ് കയറും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്റർവെലിന് ശേഷം ഒരു വമ്പൻ സംഭവം, ഒരു തീപ്പൊരി സംഭവമാണ് വരാൻ കിടക്കണെന്ന. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ വെറുതെയാണ്. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടുപോലെ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ വലിപ്പിക്കലിന്റെ ഇടയ്ക്ക് നമ്മുടെ ലോകേഷിന്റെ യൂഷ്വൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കുത്തിക്കേറ്റിട്ടുണ്ട്. വിക്രം സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ അറിയാലോ. ആ സെയിം സംഭവം ആ കാലത്ത് കൊള്ളാം, ആ സിനിമയിൽ കൊള്ളാം. ആ സെയിം സംഭവം തന്നെ വരും സിനിമകളിലെ യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? മടുപ്പിക്കലേ മാറും. അത് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയിൽ പറ്റിയത്. ലോകേഷിന് ഒരു വീക്ക് പോയിന്റ് ആണ് സെക്കൻഡ് ഹാഫ്. ഇതിനകത്തും ആ സെയിം കുറച്ച് നമുക്ക് അറിയാവുന്ന കുറെ യൂഷ്വൽ സാധനങ്ങളെ കുത്തിക്കയറ്റി ഇങ്ങനെ മടിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. സോ മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സെക്കൻഡ് ഹാഫ് ഡ്രാഗിങ് ആണ്. അതല്ലാണ്ട് അനാവശ്യ സപ്ലോട്ട്സ് ഒക്കെ ഉണ്ട്. ഈ അനാവശ്യ സപ്ലോട്ട്സ് ഒക്കെ അതൊക്കെ കുത്തിക്കയറ്റിയ പോലെയാണ്. നമുക്കൊരു ഓർഗാനിക് ഫീൽ കിട്ടില്ല. എല്ലാം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. എനിക്ക് ആക്ഷനും അതേപോലെ തന്നെയാണ് തോന്നിയത്. ആദ്യമൊക്കെ വാവ്, പക്ഷെ പിന്നീട് സെയിം പാറ്റേൺ തന്നെ അവസാനം വരെ ഫോളോ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ടിവിയിൽ കണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ ഫോർവേഡ് ചെയ്തേനെ. ഈ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ വരുമ്പോൾ അതൊക്കെ നാച്ചുറൽ ആയിട്ട് വരേണ്ട ഒരു സാധനമാണ്. ഈ നെൽസൺ ഈ എല്ലാ സ്റ്റാർസിനെയും ജയിലറിൽ കൊണ്ടുവന്നത് അത് വളരെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യും. പക്ഷെ ഈ സിനിമയിൽ സൗബിൻ, നാഗാർജുനനെയൊക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആമിർ ഖാൻ, ഉപേന്ദ്രനൊക്കെ ഭയങ്കര വീക്കിലി റിട്ടേൺ ആയിട്ടാണ് തോന്നിയത്. ഇവരൊക്കെ വെറും 10 മിനിറ്റ് കണ്ടുള്ളൂ. ആ 10 മിനിറ്റ് വന്നിട്ട് രജനികാന്തിനെ വാഴ്ത്താൻ വേണ്ടി മാത്രമേ വരുന്നത്. ഈ 2 ആക്ടേഴ്സ്, ഈ 2 മെയിൻ ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായില്ല. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവരുടെ റോൾസ് എഴുതായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ മോണിക്ക എന്ന് പറഞ്ഞ പാട്ട്, അത് തിയേറ്ററിൽ നല്ല രസമായിരുന്നു. ആ ഒരു ഫണ്ട് അറ്റ്മോസ്ഫിയർ വൈബ് ഒക്കെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പാട്ടും ആ ഒരു സിനിമയിൽ ഒരു കണക്ഷൻ ഉണ്ടായില്ല. വെറുതെ അങ്ങോട്ട് അബ്രപ്റ്റ് ആയിട്ട് കുത്തിക്കയറ്റിയ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ലോകേഷിന്റെ റൈറ്റിംഗ് ഡയറക്ഷൻ അതൊക്കെ ഇപ്പോൾ ഭയങ്കര യൂഷ്വൽ ആയി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കഴിഞ്ഞ 3 പടത്തില് ഏത് പാറ്റേൺ ആണ് ഫോളോ ചെയ്യണേ, അതേ പാറ്റേൺ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യണം. ഒരു പുതിയ ഇന്നോവേറ്റീവ് സംഭവങ്ങളൊന്നുമില്ല.
അത് ഭയങ്കര ഒരു മടുപ്പിക്കലാണ്. ഏതായാലും കഴിവുള്ള ഡയറക്ടറാണ്. ആകെ ഇനി ചെയ്യേണ്ടത് അടുത്ത സിനിമ വരുമ്പോൾ കുറച്ചും കൂടെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ ശരിക്കും അടിപൊളിയാണ്. അടിപൊളിയാവും. ഗിരീഷ് ഗംഗാധരന്റെ വിഷ്വൽസ് രജനികാന്ത് പറഞ്ഞ പോലെ തന്നെ ഗിരീഷ് ഗംഗാധരനും ലോകേഷും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ലോകേഷിന് എന്താ ഐഡിയ ഉള്ളത് അത് കറക്റ്റ് വേവലെങ്ത് തന്നെയാണ് ഗിരീഷ് ഗംഗാധരൻ അത് സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സൂപ്പർ വർക്ക്. എഡിറ്റിംഗ് ഒരു വീക്ക് ഫാക്ടർ ആയിട്ടാണ് തോന്നിയത്. അനിരുദ്ധിന്റെ മ്യൂസിക്. സോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പടത്തിൽ ഒരു പഞ്ചില്ലായ്മ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അപ്പോഴും നമുക്ക് അഡ്രിനാലിൻ റഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ് അനിരുദ്ധ്. സോ ഓവറോൾ പറയുവാണെങ്കിൽ നാഗാർജുന പറഞ്ഞ പോലെ ഈ ഒരു സിനിമ 100 ഭാഷയുടെ തുല്യമല്ല. അതേപോലെ തന്നെ രജനീകാന്ത് പറഞ്ഞ പോലെ തന്നെ തളപതിയുടെ ആ ഒരു ഫീലും ഇല്ല. ഇതൊരു ഒരു വട്ടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഡീസന്റ് ഒരു യൂഷ്വൽ ലോകേഷ് പടം. ആകെ ഒരു വ്യത്യാസം രജനീകാന്ത് ഉണ്ട്. രജനീകാന്ത് സ്വന്തം ഷോൾഡേഴ്സ് തന്നെ ഈ പടത്തിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്.